ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എനിക്ക് ആദ്യമേ എംബാർക്കേഷൻ കിട്ടിയത് ബാർസലോണയിലായിരുന്നു. അപ്പോൾ ബാർസലോണയിൽ നമുക്ക് പാസഞ്ചർ ക്യാബിനാണ് തന്നത് ഡ്യൂ ടു കോവിഡ് ഇഷ്യൂസ്. സോ 7 ദിവസം ക്വാറന്റൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് പാസഞ്ചർ ക്യാബിനായിരുന്നു തന്നത്. പിന്നെ ആ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പാസഞ്ചർ ക്യാബിൻ്റെ പുറമേ നിന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. നല്ല ഒരു സീ ഫേസ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ ഒരു പോർട്ട് ചെറിയൊരു രീതിക്ക് എക്സ്പ്ലോർ ചെയ്ത വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ ഈ ചാനലിലുണ്ടാകണം. ഈ കോൺട്രാക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് MSCയുടെ സീ വ്യൂ എന്നുള്ള ഷിപ്പിലായിരുന്നു, പാസഞ്ചർ ഷിപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് ബാർസലോണയിൽ നിന്നായിരുന്നു എംബാർക്കേഷൻ. സോ ഇപ്പോൾ ഷിപ്പ് ഓൾമോസ്റ്റ് പുറപ്പെട്ടു കഴിഞ്ഞു. ദൂരെ നമുക്ക് പല ക്രൂസ് ഷിപ്പുകളും കാണാം. ഐഡ, അതേപോലെ മറ്റു ക്രൂസ് ഷിപ്പുകൾ, പിന്നെ കണ്ടെയ്നർ ഷിപ്പുകൾ. അതായത് ആ സമയത്ത് ബാർസലോണയിൽ നിന്നും അടുത്ത പോർട്ട് നമുക്കുണ്ടായിരുന്നത് ഫ്രാൻസിലെ മർസെയിൽ എന്ന് പറഞ്ഞ ഒരു പോർട്ടിലായിരുന്നു. ഇവിടെ പ്രതിദിനം കുറേയേറെ കപ്പലുകൾ ഈ പോർട്ടിൽ ഡോക്ക് ചെയ്യാറുണ്ട്. അതിപ്പോൾ വെസൽസ് ആയാലും പാസഞ്ചർ ഷിപ്പുകളായാലും. അപ്പോൾ ഡോക്ക് ചെയ്യാൻ അപ്രൂവ് കിടക്കാതെ കിട്ടുന്ന കപ്പലുകളാണ് അവിടെ ആങ്കർ ഇട്ട് കിടക്കുന്നത്. ആ കപ്പലുകൾക്ക് മറ്റ് കപ്പലുകൾ ആ ഡോക്കിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മാത്രമേ അവർക്ക് ഡോക്ക് ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ടൈം പാസിന് വേണ്ടി കുറച്ച് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കാർട്ടൂൺ കാണണമെന്ന് വെച്ചാൽ ഇവിടെ ഒട്ടുമിക്ക ചാനലുകളും ഉണ്ടാവില്ല. എല്ലാം ഇറ്റാലിയൻ ഇല്ലെങ്കിൽ ഫ്രഞ്ച് ചാനലുകളിലായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കണ്ട് ആ യാത്ര അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് MSCയുടെ സീ വ്യൂ എന്ന് പറഞ്ഞ ഷിപ്പിലാണ്. MSC എന്ന് പറയുമ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ ഷിപ്പുകളിൽ തന്നെ പല ക്ലാസ്സുകളുണ്ട്. അതായത് ചെറിയ ഷിപ്പുകൾ തൊട്ട് വലിയ ഷിപ്പുകൾ വരെ അതിനെ അവർ പല പല ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ സീസൈഡ് ക്ലാസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4132 പാസഞ്ചർ തൊട്ട് 5119 പാസഞ്ചർ വരെ മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. കൂടാതെ 1113 ക്രൂ ജീവനക്കാരും ഉണ്ട്. അങ്ങനെ പോർട്ടിൽ നിന്നും പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുണാർഡ് എന്ന ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു വെൽ ലക്ഷറി ക്രൂസ് ഷിപ്പ് കണ്ടത്. ഈ കാർണിവൽ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്ന ഈ കുണാർഡ് എന്ന ഷിപ്പിംഗ് കമ്പനിയിൽ ഒരുപാട് ഷിപ്പുകളുണ്ട്. ഈ ക്യൂൻ എലിസബത്ത്, ക്യൂൻ മേരി, ക്യൂൻ വിക്ടോറിയ അങ്ങനത്തെ ഷിപ്പുകളൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ഷിപ്പിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3000 മാക്സിമം പാസഞ്ചേഴ്സാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. സോ എൻ്റെ വീഡിയോ കാണുന്നവർ മറക്കാതെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്കും കമൻസും തീർച്ചയായും ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ്.